Hello all, welcome to another session of the Prelims Master Test Series 2024. Today, we are going to discuss about the most important areas and the detailed syllabus of the Polity First Test, which will be coming in the next Saturday. Okay, so before going on to the syllabus, first things first, I want to remind you something. The main thing about a test series is to reflect your ideas about the topic, how you are able to recollect the contents, how you can identify the questions which are being asked. വെറുതെ നമ്മൾ കണ്ടന്റ് പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യം എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നമുക്ക് അറിയില്ലാത്തൊരു കണ്ടന്റ് ആണെന്ന് വിചാരിക്കുക, ഈവൻ ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദ ക്വസ്റ്റ്യൻ, വി ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ റോങ് ആൻഡ് റൈറ്റ് വൺസ് ഇൻ ദ ആൻസർ. അപ്പോൾ ആ ഒരു എയിമാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അതായിരിക്കണം. അല്ലാതെ വെറുതെ കുറേ കാണാപ്പാടം പഠിച്ച് കുറേ ആൻസർ ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് നോട്ട് അവർ എയിം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസുകൾക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ തിങ് ഈസ് ഡെഫിനറ്റ്ലി ടു ഡെവലപ്പ് യുവർ കണ്ടന്റ്, നിങ്ങളുടെ നോളജ് ക്രിയേറ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വൺ തിങ്. നെക്സ്റ്റ് തിങ്, നിങ്ങൾക്ക് അറിയില്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ പോലും, അത്രയ്ക്ക് ഫെമിലിയാരിറ്റി ഇല്ലാത്ത ടോപ്പിക്സ് ആണെങ്കിൽ പോലും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ബട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ പോലും യു കുഡ് യൂസ് ദ ഓൾറെഡി നോളജ് വിച്ച് യു ഹാവ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കണ്ടന്റ് വെച്ച് നമുക്ക് ആൻസേഴ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ UPSC അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ. എത്ര തവണ നമുക്ക് ഇന്നേ വരെ നമ്മൾ പൊളിറ്റിയിൽ കാണാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്രാവശ്യത്തെ പ്രിലിംസിൽ 2023 പ്രിലിംസിൽ ഹോം ഗാർഡുകളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ല അത്. സോ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാകും. സോ അതിലൂടെ നമ്മുടെ ഒരു ക്രാക്കിംഗ് എബിലിറ്റി, ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡൻറ്റിഫൈ എന്നുള്ളത്. നെക്സ്റ്റ് തിങ്, യു ഷുഡ് റിവൈസ് യുവർ ടോപ്പിക്സ് അലോങ് വിത്ത് ദ ടെസ്റ്റ് സീരീസ്. അതാണ് നമ്മുടെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് പ്ലാൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ഇൻഡിവിജ്വൽ ടോപ്പിക്സ് വിച്ച് ആർ കമ്മിങ് അണ്ടർ ദ മേജർ ഹെഡ്സ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് സിലബസ് കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി യു നോ നെക്സ്റ്റ് വീക്കിലേക്ക് എത്ര ടോപ്പിക്സ് ഉണ്ടെന്ന്. സോ യു മൈറ്റ് ഹാവ് റെഡ് ദാറ്റ് ഓൾറെഡി. ഓൾമോസ്റ്റ് ഐ തിങ്ക് 6 or 7 ഹെഡിങ്സോ നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്, സെൻട്രൽ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഹെഡിങ്സ് ഉണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഡിസ്കസിങ് ദാറ്റ്, ഐ വിൽ ഗിവ് എ ബ്രീഫ് ഐഡിയ അബൌട്ട് ദ വെയിറ്റേജ് ഓഫ് ദീസ് ടോപ്പിക്സ് വെൻ ഇറ്റ് കംസ് ടു ദ എക്സാമിനേഷൻ. നമ്മുടെ എക്സാമിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ്റെ മൈ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ മൈസെൽഫ് മനീഷൻ നമ്പ്യാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റി ആൻഡ് ഗവേണൻസിൻ്റെ ഫസ്റ്റ് ടെസ്റ്റിൻ്റെ ടോപ്പിക്സ് ആണ്. സോ ടു സ്റ്റാർട്ട് വിത്ത്, നമ്മുടെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീക്കിലെ ടെസ്റ്റിന് വരുന്ന മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറി, അതാണ് ഫസ്റ്റ് മേജർ ഏരിയ. ദെൻ നെക്സ്റ്റ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്ക് ഏരിയാസ് ആണ്, സ്ട്രക്ചറൽ പാർട്ടൊക്കെ. ദെൻ വി ഹാവ് ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ദെൻ ദ സെൻട്രൽ ഗവൺമെൻറ്, ദെൻ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്പെഷ്യൽ ഏരിയാസ്, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്കറിയാം ഹൗ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. സോ ടു സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഏരിയ ഇസ് ദ പൊളിറ്റിക്കൽ തിയറി. പലർക്കും എന്താ പറയുക, കീറാമുട്ടി എന്ന പോലെ നിങ്ങൾ പലരും കാണുന്നൊരു ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ബട്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പൊളിറ്റിക്കൽ തിയറിയിൽ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ UPSCനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ട്. സേ ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണലിസം, ഫ്രീഡം, റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ഇക്വാലിറ്റി എന്നിങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ NCERT 11th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്കൽ തിയറി നോക്കുമ്പോൾ ദെയർ ഓൾസോ യു ക്യാൻ സീ ദ സെയിം ചാപ്റ്റേഴ്സ്. സോ ഇവിടെ നമ്മൾ മെയിനായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് റിഗാർഡിങ് ഫസ്റ്റ് തിങ് ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. Liberty or freedom. See, first of all, I will list out the areas, then I will give an idea about how to prepare these things. Okay, so liberty and freedom ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ നമുക്ക് ഇക്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇക്വാലിറ്റി. ദെൻ ഇവിടെ നമുക്ക് സെക്യുലറിസം, ദെൻ വൺ ഇമ്പോർട്ടൻ്റ് ഏരിയ കോൺസ്റ്റിറ്റ്യൂഷണലിസം, then the ideas of citizenship. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള കുറേ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ട് ഇവിടെ നമുക്ക്. ദെൻ റൈറ്റ്സ്, സോ ഈ ഒരു 11th സ്റ്റാൻഡേർഡ് NCERTയും അതുപോലെ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്മികാന്ത് എഡിഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൊളിറ്റിക്കൽ തിയറി ഏരിയാസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി കാണുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ദേ നീഡ് ടു നോ വെദർ വി നോ ദ ബേസിക്സ്. നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടോ എന്ന് അറിയണം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും പഠിക്കും.
പക്ഷെ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്നുള്ളൊരു ബേസിക് ഐഡിയ അത് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. സോ ഈ പറയുന്ന റൈറ്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റൈറ്റ്, എന്താണ് റൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കും വാട്ട് ഈസ് റൈറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും തിരിച്ചു പറയുന്ന ഒരു ഉത്തരവുണ്ട് അവകാശങ്ങളാണെന്ന്. ദാറ്റ് ഈസ് ജസ്റ്റ് എ ട്രാൻസ്ലേഷൻ ഓഫ് ഇറ്റ്. പകരം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ വേണം. ഇത് നമുക്ക് കിട്ടേണ്ടുന്ന കുറച്ച് ക്ലെയിംസ് ആണ്, ആരുടെയൊക്കെ അടുത്ത് എന്നുള്ള രീതിക്കുള്ളൊരു പേഴ്സ്പെക്റ്റീവാണ് നമുക്ക് ഓരോ ടോപ്പിക്കിലും. ഇതിപ്പോൾ റൈറ്റ്സിൽ മാത്രമല്ല, റൈറ്റ്സ് ആയാലും സിറ്റിസൺഷിപ്പ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷണലിസം ആയാലും ഏത് പൊളിറ്റിക്കൽ തിയറി ടോപ്പിക്കാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. സെക്കൻഡ് തിങ്, ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്. ഇപ്പോൾ സെക്യുലാരിസം എന്നുള്ളൊരു ഐഡിയ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ വാട്ട് വി ആർ ഗെയിനിങ് ഓർ വാട്ട് വി ആർ ലൂസിങ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരു ഡിബേറ്റാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ സെക്യുലാരിസം, അതുപോലെ ഇക്വാലിറ്റി. ഇപ്പോൾ നമുക്കറിയാം ഇക്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. ആ ഇക്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിവിടെ എൻഷുർ ചെയ്യുമ്പോൾ വി നീഡ് ടു സാക്രിഫൈസ് സംതിങ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ലിമിറ്റഡ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഓരോ പൊളിറ്റിക്കൽ തിയറിയുടെയും ഡെഫിനിഷൻ, ദെൻ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, ദെൻ ഇതിനെയൊക്കെ ബെറ്റർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് പറ്റിയ സ്കീംസോ കേസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. സോ പൊളിറ്റിക്കൽ തിയറി എന്നുള്ളൊരു പാർട്ടിൽ ഇത്രയാണ് നമുക്ക് കിടക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ദ ബെസ്റ്റ് ഏരിയ ഓർ ദ ബെസ്റ്റ് മെറ്റീരിയൽ ടു റെഫർ ഈസ് ദ NCERT ഇറ്റ്സെൽഫ്. 11th സ്റ്റാൻഡേർഡ് NCERT പൊളിറ്റിക്കൽ തിയറി എന്നുള്ളൊരു ബുക്കുണ്ട്. അത് റെഫർ ചെയ്യുക, പ്രോപ്പർ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യുക. നോട്ട് ജസ്റ്റ് ഫോർ ദ ടെസ്റ്റ് സീരീസ്, UPSCയുടെ എക്സാംസിന് പോലും മൾട്ടിപ്പിൾ ടൈംസ് എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ NCERTയിലുള്ള അതേ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ബി പ്രിപ്പയർഡ് അബൌട്ട് ഇറ്റ്. സോ പൊളിറ്റിക്കൽ തിയറിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിയാനുള്ളത്. നെക്സ്റ്റ് തിങ് ഈസ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മേജർ പാർട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്നുള്ളൊരു ഐഡിയ. നിങ്ങളിപ്പോൾ പഠിച്ചപ്പോഴും നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. കുറേ കണ്ടൻറ്റ് വരുന്നൊരു ഏരിയ ആണ്. നമ്മൾ കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് നടത്താനുണ്ട്, കുറേ കേസസ് ഒക്കെ, സുപ്രീം കോർട്ട് കേസസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്നുള്ള ഏരിയ. സോ ഹിയർ ദ ഫസ്റ്റ് മേജർ ടോപ്പിക് ഈസ് റിഗാർഡിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദർ ഇസ് സച്ച് എ ചാപ്റ്റർ ഇൻ ദ ലക്ഷ്മികാന്ത് ഇറ്റ്സെൽഫ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രം ദ എറ ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതായത് ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സാറിനും ശേഷം ഇന്ത്യയിൽ വന്ന ഒരു ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ ഫ്രം ദാറ്റ് എറ ഓൺവേർഡ്സ് ടിൽ ദ 1947 പീരീഡ്. അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ പാർട്ട്. ദെൻ അവിടെ തന്നെ വരുന്ന ഒരു കണ്ടിന്യൂസ് ഏരിയ ആണ് മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി 1946 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ഒരു മൊമെൻറ്റ് മുതൽ 1949 ടിൽ November 26 നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് വരെ. സോ ആ ഒരു ടൈം പീരീഡിൽ വാട്ട് ഓൾ തിങ്സ് വെയർ ഹാപ്പനിങ് ഇൻ ഇന്ത്യ. സോ ഇവിടെ നമ്മൾ അറിയുമ്പോൾ we need to identify the major personalities who are associated with which all committees. Dr. Ambedkar, Dr. Rajendra Prasad, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവർ ഏതൊക്കെ കമ്മിറ്റീസ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടെന്ന് അറിയണം. ദെൻ വാട്ട് വെയർ ദ റോൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്തൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് റിഗാർഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ ഇഫ് യു ആർ റെഫറിംഗ് ലക്ഷ്മികാന്ത് ഫോർ യുവർ പ്രിപ്പറേഷൻ, ദർ ഇസ് എ ചാപ്റ്റർ കോൾഡ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. There you can see many features. I think there are almost 16 or 17 features. To start with, the lengthiest written constitution in India. We have a rigid constitution, but at the same time it is flexible. Fundamental rights ഉണ്ട്, duties ഉണ്ട്, so and so അങ്ങനെ കുറേ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? You might have wondered why we are studying all these things before going on to the details. The thing is that this particular chapter, the features of the Indian constitution, it is acting as an index. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്കിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബേസിക് ഐഡിയ ആണ് ഈ ഒരു സാലിൻ ഫീച്ചേഴ്സ് എന്ന് കിട്ടുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ റിഫ്ലക്ഷൻ വരുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ഏരിയ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബോത്ത് ഫോർ ദ ടെസ്റ്റ് സീരീസ് ആൻഡ് ഫോർ UPSC, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും. അത് ഏത് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഗവർണർ ഇൻ സ്റ്റേറ്റിലെ ഗവർണറുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതി. സോ ആ ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതി വേർ വി ഹാവ് അഡോപ്റ്റഡ് ഫ്രം, അത് കാനഡിയൻ സിസ്റ്റത്തിൽ നിന്നാണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ബോത്ത് ഫോർ ദ ടെസ്റ്റ് സീരീസ് ആൻഡ് ഫോർ ദ UPSC എക്സാമിനേഷൻ നമുക്ക് വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ഏരിയയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അതാണ്. ദെൻ ദ നെക്സ്റ്റ് ഏരിയ വിച്ച് വി നീഡ് ടു പ്രിപ്പയർ ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, പ്രിയാമ്പിൾ. UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് അത്. നമ്മൾ പ്രിലിംസിനും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഫോർ മെയിൻസ്. പ്രിയാമ്പിൾ നല്ലപോലെ ആ ഒരു ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് അറിയാമെങ്കിൽ
you can beautifully write answers from this particular topic. So preamble നമ്മൾ പഠിക്കുമ്പോൾ there are different parts in the preamble. അതിൻ്റെ കണ്ടന്റ് അറിയണം, അതിൻ്റെ സിഗ്നിഫിക്കൻസസ് അറിയണം, അതിലുള്ള ഓരോ ടേംസിൻ്റെ ഐഡിയാസ് അറിയണം. So that's it regarding the chapter preamble. Then next thing is from part 1 to 4A of the Indian Constitution. സ്ലൈഡ് എളുപ്പമാക്കാൻ വേണ്ടി ചെറുതാക്കിയെന്നുള്ളൂ. ഫസ്റ്റ് തിങ്, പാർട്ട് 1 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ വരുന്നത് ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ്, ഇന്ത്യയിലുള്ള യൂണിയൻ ടെറിട്ടറീസ്, ഹൗ വി ക്യാൻ ക്രിയേറ്റ് ദം ഓർ ഹൗ വി ക്യാൻ മേഴ്സ് ദം ഓർ ഹൗ വി ക്യാൻ അബോളിഷ് ദം. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ നീളുന്ന ഈ 4 ആർട്ടിക്കിൾസാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ദെൻ വി ഹാവ് ദ സെക്കൻഡ് പാർട്ട് ആൻഡ് ദാറ്റ് ഈസ് ഒബ്വിയസ്ലി യു നോ ദ സിറ്റിസൺഷിപ്പ്. ആരാണ് ഇന്ത്യൻ സിറ്റിസൺ, ആർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാം, ഹൗ വി ക്യാൻ അക്വയർ ദ സിറ്റിസൺഷിപ്പ് ആൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ വിച്ച് വി മൈറ്റ് lose the Indian citizenship. Then the most important part 3 of the Indian constitution, നമ്മുടെ മാഗ്ന കാർട്ട, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്ത് പഠിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ പറയാണ്ട്, സ്റ്റാർട്ടിങ് വിത്ത് ദ കണ്ടന്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾസ്, ദെൻ ദ മൈന്യൂട്ട് പ്രൊവിഷൻസ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾസ്. ഫോർ എക്സാമ്പിൾ 15ഉം 16ഉം ആർട്ടിക്കിൾസ് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്, രണ്ടിലും ഡിസ്ക്രിമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യണം, ദാറ്റ് യു നോ. പിന്നെ ഏതൊക്കെ കേസസിലാണ് ഡിസ്ക്രിമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ജെൻഡർ, സെക്സ്, ഈ 2 ഡിബേറ്റ്സ് എപ്പോഴും നടക്കാറുണ്ട്, അത് വരുന്നുണ്ടോ, ഓർ ഡിസെൻറ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെയൊക്കെ ഏരിയാസ് 15ലാണോ 16ലാണോ, യു മൈറ്റ് ബി കൺഫ്യൂസ്ഡ് റിഗാർഡിങ് ഇറ്റ്. ബട്ട് നല്ല ക്ലാരിറ്റി വേണ്ടുന്ന ഒരു ഏരിയയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ. ദെൻ നെക്സ്റ്റ് തിങ്, ഈ ഒരു ചാപ്റ്റർ തന്നെ കണ്ടിന്യൂസ്ലി വരുന്നൊരു കാര്യമാണ് റിഗാർഡിങ് ദ ഇൻ്റർപ്രിട്ടേഷൻസ്. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്ന കുറേ പ്രൊവിഷൻസ് ഉണ്ട്. എലോങ് വിത്ത് ദാറ്റ് സുപ്രീം കോർട്ട് ത്രൂ മൾട്ടിപ്പിൾ ജഡ്ജ്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. സോ യു നീഡ് ടു നോട്ട് ദ ഡിഫറൻസസ്. If you are hearing a provision, for example, right to privacy, is it explicitly mentioned in Article 21 or not? അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ you need the clarity that it was in the Puttaswamy judgment, the Supreme Court mentioned about the privacy provisions with respect to Article 21. So that's it regarding part 3 of the Constitution. Then part 4 വരുന്ന DPSP and part 4A വരുന്ന fundamental duties. See, ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. Because when it comes to the UPSC examination, DPSPയിൽ നിന്നും ഡ്യൂട്ടീസിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്ന രീതി സിമിലർ ആണ്, ഡിറ്റോ ആണ്. ലൈക്ക് വാട്ട് ആർ ദ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദീസ് 2 ടോപ്പിക്സ്. വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് യു മൈറ്റ് ഹാവ് ഹേർഡ് ഇറ്റ് ഓൾറെഡി, നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്, ഇതിൻ്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതിവിടെ വന്നിരിക്കുന്നത്, ഹൗ വി ക്യാൻ എൻഫോഴ്സ് ഇറ്റ്, ഇതിൻ്റെ ജസ്റ്റിഷ്യബിൾ പാർട്ട് എത്രത്തോളമാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഏരിയ എന്ന് വരുന്നത്. ആൻഡ് ദർ ഈസ് ഓൾസോ എ പോസിബിലിറ്റി ദാറ്റ് സ്പെസിഫിക് കണ്ടന്റ് ചോയ്സ്, ആർട്ടിക്കിൾ 39A അല്ലെങ്കിൽ ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 44, എന്താണ് ഇതിൻ്റെ കണ്ടന്റ്, സച്ച് ക്വസ്റ്റ്യൻസ് ക്യാൻ ഓൾസോ ബി ആസ്ക്ഡ്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് അമെൻഡബിലിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്യാൻ വി അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? യെസ്, ഡെഫിനറ്റ്ലി യു നോ ആർട്ടിക്കിൾ 368 പറയുന്ന അമെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ആ അമെൻഡബിലിറ്റിയുടെ ലിമിറ്റേഷൻ, അതിൻ്റെ പ്രൊവിഷൻസ്, ദാറ്റ് ഈസ് ദ തിങ് റിഗാർഡിംഗ് ദ ചാപ്റ്റർ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. എലോങ് വിത്ത് ഇറ്റ് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 50th ഇയർ ഓഫ് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. യു ഹാവ് റെഡ് ഇറ്റ് ഇൻ ദ ന്യൂസ്. റീസെൻ്റ്ലി സുപ്രീം കോടതി ഒരു വീഡിയോ വരെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ യു നീഡ് ടു സ്റ്റഡി ഇറ്റ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ദ ബേസ് സ്ട്രക്ചർ ഡോക്ടറേറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ ആണ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ടു ബി ഫ്രാങ്ക്, വെൻ ഇറ്റ് കംസ് ടു ദ UPSC എക്സാമിനേഷൻ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇഫ് യു ആർ ഒബ്സർവിംഗ് ദ ലാസ്റ്റ് 10 to 12 years, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഏരിയാസ് ആണ് ഈ പറയുന്ന സിസ്റ്റം ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ഗവേണൻസും നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന എക്സിക്യൂട്ടീവും, ഈ പറയുന്ന 2 ഏരിയാസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 ഏരിയാസ് ആണ് പാർലമെൻ്ററി സിസ്റ്റവും ഫെഡറലിസം എന്ന് പറയുന്ന 2 സ്ട്രക്ചേഴ്സ്. ഈ 2 ടോപ്പിക്കുകളുടെ ഡെഫിനിഷൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഇൻ ദ ഇന്ത്യൻ സിസ്റ്റം വിച്ച് ഈസ് റിഫ്ലക്റ്റിംഗ് പാർലമെൻ്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം, യൂണിറ്ററി സിസ്റ്റം. ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകും എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്നത് എന്നുള്ളത്. സോ പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്, ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റവും ബ്രിട്ടീഷ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ അറിയേണ്ടത്. സോ നെക്സ്റ്റ് വെൻ വി കം ടു ദ ഫെഡറലിസം, ആ ചാപ്റ്ററിൽ വരുമ്പോൾ യു നീഡ് ടു നോ ദ ഡെഫിനേഷൻ ഓഫ് ഫെഡറലിസം, features of the Indian system with respect to federalism, features of the Indian system with respect to unitary system, then how we can improve our federal system. That is one topic of discussion. Then next വരുന്ന ഒരു ഏരിയ ആണ് the relation between the center and the state and also the relation between the different states in India. ഇവിടെയാണ് നമ്മൾ ആർട്ടിക്കിൾ 261, 262, ഇങ്ങനെ 263 ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹിയർ ഈസ് വൺ തിങ്, നിങ്ങൾക്ക് കുറച്ച് റിലീഫ് തരാം. ഈ ഒരു ടോപ്പിക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്
ഫോർ UPSC ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും ഫിനാൻഷ്യൽ റിലേഷൻസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ യു ക്യാൻ അഡ്ജസ്റ്റ് യുവർ ടൈം അക്കോർഡിംഗ്ലി. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാം, വെൻ ഇറ്റ് കംസ് ടു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ദറ്റ് ഈസ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ അല്പം ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയ ഫിനാൻഷ്യൽ റിലേഷൻസിൽ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് ആർ വെരി ലോ ഇഫ് യു ആർ കമ്പയറിംഗ് വിത്ത് ദ പാർലമെന്ററി സിസ്റ്റം ഓർ ഫെഡറൽ സിസ്റ്റം. ദാറ്റ് ഇസ് വൺ അതർ തിങ്. സോ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് എമർജൻസി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 352 to 360 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 എമർജൻസീസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് അറിയുക, ബേസിക് സ്പെഷ്യാലിറ്റീസ് അറിയുക, സോറി വാട്ട് ഓൾ ആർ ദ പോസിബിൾ കോൺസിക്വൻസസ് അതും നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് ഒക്കർ ചെയ്യാം, ഓക്കെ, ഓർ എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. ഓൾ ദീസ് തിങ്സ് യു നീഡ് ടു പ്രിപ്പയർ ഇൻ ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ഏരിയ ആണ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. സി just because I have termed it as central government, it includes both the executive and legislature. So executive വരുമ്പോൾ നമുക്ക് അവിടെ പ്രസിഡന്റ്, ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദെൻ വി ഹാവ് ദ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇത്രയാണ് നമുക്ക് എവിടെ വരുന്നത്, എക്സിക്യൂട്ടീവ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. സോ ഇത് ഏത് ചാപ്റ്റർ നമ്മൾ പഠിക്കുവാണെങ്കിലും യു നീഡ് ടു നോ ദ ബേസിക് പ്രൊവിഷൻസ്. ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റിൻ്റെ എലക്ഷൻ സിസ്റ്റം, ദെയർ എലിജിബിലിറ്റി, ദെയർ ടെന്യൂർ, ദെയർ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, ഓൾ ദോസ് തിങ്സ് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ദെൻ ദ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ്, ഇത്രയും കാര്യങ്ങളാണ് ആ പോർഷൻ. നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് ദ എലക്റ്റഡ് എക്സിക്യൂട്ടീവ്സ്, നമ്മുടെ പ്രൈം മിനിസ്റ്ററും മറ്റു മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത്. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് വി നീഡ് ടു നോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ പ്രസിഡന്റ്, ദെൻ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഈ കണക്ട് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നിടത്താണ് നമ്മുടെ പൊളിറ്റി സബ്ജക്റ്റിൻ്റെ ഈസിനെസ് ഇരിക്കുന്നത്. കാരണം ആ ഒരു ലെവൽ ഓഫ് ക്ലാരിറ്റി നമുക്ക് വേണം. ആരോട് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും, ആർക്കൊക്കെ റിപ്പോർട്ട് സീക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള രീതിക്കുള്ള കൈൻഡ് ഓഫ് പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് ദ ടോപ്പിക് എക്സിക്യൂട്ടീവ്. ദെൻ ഇവിടെ ഒരു മിസലേനിയസ് ടോപ്പിക് കൂടി കിടപ്പുണ്ട് എക്സിക്യൂട്ടീവിൽ, അതായത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കീഴിൽ വരുന്ന ക്യാബിനറ്റ് കമ്മിറ്റീസ്. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഇറ്റ്. ദെൻ ലെജിസ്ലേച്ചർ വരുമ്പോൾ നമുക്ക് വി ഹാവ് ദ യൂണിയൻ പാർലമെൻറ്റ്, കമ്പയർ ലോക്സഭ ആൻഡ് രാജ്യസഭ. അവിടെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പോൾ നമ്മുടെ ആ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ്, ഹൗ ദ മെമ്പേഴ്സ് ആർ ബീങ് എലക്റ്റഡ്, ദ ടെന്യൂർ ഓഫ് ദ മെമ്പേഴ്സ്, ദ സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് ദ മെമ്പേഴ്സ്, ദ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഓഫ് ദ ഹൗസ്. ദെൻ വി ആർ ഗോയിങ് ടു ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ഹൗസ്. അവിടെ നിങ്ങൾ പലതരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൈക്ക് അഡ്ജൺമെൻറ്റ് മോഷൻ, അഡ്ജൺമെൻറ്റ് സൈൻ ഡൈ, ദെൻ ദ പ്രൊറോഗേഷൻ ഓഫ് ദ ഹൗസ്. അങ്ങനെയുള്ള കുറേ തീംസ് നമുക്ക് അവിടെ പഠിക്കാണ്ട്, കുറേ ടേംസ് ഉണ്ട്. സോ യു നീഡ് ടു ബൈ ഹാർട്ട് ഓൾ ദീസ് ടേംസ് ആൻഡ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓൾ ദീസ് തിങ്സ്. അഡ്ജൺമെൻറ്റും അഡ്ജൺമെൻറ്റ് സൈൻ ഡൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, യു നീഡ് ടു നോ ദോസ് തിങ്സ്. അതാണ് ലെജിസ്ലേച്ചറിലെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ, UPSCയുടെ ഫേവറേറ്റ് ഏരിയ വരുന്നത് UPSC ഈസ് അബൌട്ട് ടു കമ്പയർ ബിറ്റ്വീൻ ദ ലോക്സഭ ആൻഡ് ദ രാജ്യസഭ. ലോക്സഭയ്ക്ക് എവിടേക്കാണ് പവേഴ്സ് കൂടുതൽ, ഇൻ വിച്ച് ഓൾ സിറ്റുവേഷൻസ് രാജ്യസഭ ഈസ് ഗിവൺ മോർ പവേഴ്സ്, വെൻ ഓൾ ഡസ് ദീസ് ടു ഹാവ് ഈക്വൽ പവേഴ്സ്. ഇതാണ് അവിടുത്തെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത്. ദെൻ അസോസിയേറ്റിംഗ് വിത്ത് ഇറ്റ് നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് പാർലമെൻ്ററി കമ്മിറ്റീസ്. സോ പാർലമെൻ്ററി കമ്മിറ്റീസ് വരുമ്പോൾ വി നീഡ് ടു സ്പെസിഫിക്കലി നോ അബൌട്ട് ദ 4 മേജർ കമ്മിറ്റീസ്, ആൻഡ് ദാറ്റ് ഈസ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ് ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ്. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ദ പർപ്പസ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് ടു കീപ് ദ എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിൾ. അതിൻ്റെ ഒരു വലിയ മെഷറാണ് ബജറ്റ്. So the procedure of passing a budget, how the parliament can control the budget, all those things you need to be familiar with. Next നമ്മുടെ ഒരു ജഗർനോട്ട് ഏരിയ ആണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. സോ ഫോർ ടെസ്റ്റ് 1 you need to understand one thing. ടെസ്റ്റ് 1 ജുഡീഷ്യറിയിൽ നിന്നും you need to prepare only for the Supreme Court. ടെസ്റ്റ് 2 you need to prepare for High Court, subordinate courts and all the lower level courts. Okay. So for ടെസ്റ്റ് 1 ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് തിങ് ഈസ് സുപ്രീം കോർട്ട്. Regarding the composition of the Supreme Court, the members' eligibility, how they are getting appointed to that post, the power of the CJI, the powers of the Supreme Court, various like civil powers ഉണ്ട്, criminal powers ഉണ്ട്, constitutional powers, writ petition, special leaves petition എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കുറേ powers ഉണ്ട്. Then how we can remove a member of the judiciary, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെയാണ് സുപ്രീം കോടതി കേസിലുള്ളത്. Then നെക്സ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് റിഗാർഡിംഗ് ദ ട്രൈബ്യൂണൽസ് ആൻഡ് ദ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നൊരു ഏരിയ ആണ്. ഇപ്പോൾ ഡിഫറൻറ്റ് ട്രൈബ്യൂണൽസ് ഉണ്ട്. നമുക്ക് ഇൻഡർസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ ആസ് പെർ ആർട്ടിക്കിൾ 262 വരുന്നുണ്ട്. 323A 323B അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആൻഡ് അതർ ട്രൈബ്യൂണൽസ് ഉണ്ട്.
സോ ആ ഒരു ഏരിയയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇസ് ടു റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് ദ ജുഡീഷ്യറി. സോ അതാണ് ട്രൈബ്യൂണൽസിൽ വരുന്നത്. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസംസിലാണ് നമുക്ക് ആർബിട്രേഷൻ കൗൺസിൽസ് വരുന്നത്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത് അവിടെയാണ്. സോ ടു ബി സ്പെസിഫിക്, ഐ എം റിപ്പീറ്റിംഗ് വൺസ് അഗെയിൻ, ഹൈക്കോർട്ട്സ്, സബോർഡിനേറ്റ് കോർട്ട്സ്. ഇനി സബോർഡിനേറ്റ് കോർട്ട്സിൻ്റെ കൂടെ വരുന്നതാണ് ഗ്രാം ന്യായാലയാസ്, ലോക് അദാലത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് 2-നാണ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഈസ് റിഗാർഡിങ് ജുഡീഷ്യൽ ഡോക്ട്രൈൻസ്. പ്രിലിംസിന് അത്രയ്ക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല ജുഡീഷ്യൽ ഡോക്ട്രൈൻസ് എന്ന് പറയുന്നത്. ലൈക്ക് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്, ആൻസിലറി സബ്സ്റ്റൻസസ്, ദെൻ കളറബിൾ ലെജിസ്ലേഷൻ, ഇങ്ങനെയുള്ള പല ഡോക്ട്രൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ട്രൈൻസ് പ്രിലിംസിന് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ആസ്കിങ് ദീസ് ക്വസ്റ്റ്യൻസ്. സോ യു നീഡ് ടു ബി പ്രിപ്പയർഡ് ഓൺ ദാറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ ആണ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്പെഷ്യൽ ഏരിയാസ്. ഇവിടെ സ്പെസിഫിക്കലി യു നീഡ് ടു നോ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ, സ്പെഷ്യലി those union territories with legislative councils and an elected council of ministers. ഇവിടെ എസ്പെഷ്യലി നമുക്കറിയാം ദർ ഇസ് എൻ ഓൺഗോയിങ് പവർ ടെസൽ ബിറ്റ്വീൻ ദ ഡൽഹി CM ആൻഡ് ദ ലെഫ്റ്റനന്റ് ഗവർണർ. കണ്ടിന്യൂസ് ആയിട്ട് 2-3 years ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ജമ്മു കാശ്മീർ UT-യിൽ ഇലക്ഷനുള്ള ടോക്സ് വരുന്നുണ്ട്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട്. ആൻഡ് റിഗാർഡിംഗ് ദ പുതുച്ചേരി UT ഓൾസോ ദർ ആർ സം ഡിസ്പ്യൂട്ട്സ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈം ലൈറ്റിലുള്ള ഏരിയ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ വെൻ ഇറ്റ് കംസ് ടു സ്പെഷ്യൽ ഏരിയാസ്, വി ഹാവ് ദ Schedule 5 areas, Schedule 6 areas, then special status given to some states like Nagaland, Tripura, Maharashtra, Gujarat പോലുള്ള കുറേ സ്റ്റേറ്റ്സിന് ആർട്ടിക്കിൾ 371-ൻ്റെ കണ്ടിന്യൂഷൻ പ്രൊവിഷൻസ് ആയിട്ട് കുറേ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ പൊളിറ്റി 1-ൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ മേജർ ഏരിയ എന്ന് പറയുന്നത്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നിങ്ങളൊക്കെ പലരും ടെൻഷൻ അടിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും റിഗാർഡിംഗ് കറണ്ട് അഫയേഴ്സ്. സോ ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ് അബൌട്ട് ഇറ്റ്. കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഏരിയയിൽ വരുന്നത് ഈസ് ഓൾ ദോസ് തിങ്സ് വിച്ച് യു ആർ പ്രിപ്പയറിംഗ് ഫ്രം ദ ന്യൂസ് പേപ്പർ. ഈവൻ ഫോർ ദ UPSC ന്യൂസ് പേപ്പറിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇപ്പോൾ റീസെൻ്റ്ലി ഗവർണർ വേഴ്സസ് CM ഇഷ്യൂസ് പല സ്റ്റേറ്റ്സിൽ നടക്കുന്നുണ്ട്. സോ യു നീഡ് ടു ബി പ്രിപ്പയർഡ് അബൌട്ട് ഇറ്റ്. ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ദർ വാസ് എ ക്വസ്റ്റ്യൻ. അങ്ങനെ പല ടൈപ്പിലുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ബി പ്രിപ്പയർഡ് അബൌട്ട് ദിസ് ആൻഡ് റിമെമ്പർ വൺ തിങ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റഡിങ് ഓൾ ദീസ് തിങ്സ്, യു നീഡ് ടു റിവൈസ് ഇറ്റ്. ദെൻ ഓരോ കാര്യം പഠിക്കുമ്പോഴും യു നീഡ് ടു അനലൈസ് ഓർ ബി പ്രിപ്പയർഡ് ഓൺ ഹൗ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദീസ് ടോപ്പിക്സ്. സോ ആ രീതിക്ക് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അമൃത IAS അക്കാദമി.